വലയിടാൻ പോവാണ്. ഇപ്പോൾ വല എറിയാൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് വലയിടാൻ വേണ്ടിയിട്ട്. ഇപ്പം വലയിട്ട് മീൻ പിടിച്ച് ഇപ്പം ഞങ്ങൾ കണ്ടു 3-4 മീനെ കിട്ടി. പയ്യൻ പിന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് ഇറങ്ങുവാണ്. ഇട്ടില്ല, ഇപ്പം ഇടും എന്ന് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ വെള്ളം അവരൊരു ഫോക്കസ് ചെയ്താണ് ഇടുന്നത്. അതായത് എനിക്ക് തോന്നുന്നു തിര ഇങ്ങോട്ട് വരുമ്പോൾ അവരിടും. അതിന് ശേഷം പിന്നെ ഇടാൻ കിട്ടിയില്ല. അതിന് ശേഷം പിന്നെ അടുത്ത തിര വരുമ്പോൾ അത് കിട്ടിയില്ല. അടുത്ത തിരയിൽ അയാൾ ഫോക്കസ് ചെയ്ത് നിൽക്കുവാണ്. എന്നിട്ട് അയാൾ വല ഇടും. അപ്പം വേണ്ട, ഇപ്പോൾ വലയിട്ടതിന് ശേഷം അത് അടിയിലേക്ക് താന്നു പോകും. ആ കൂട്ടത്തിൽ കുറച്ചുകൂടി മീൻ വരും, അത് ഇതിനകത്തേക്ക് സ്റ്റോറാവും. അങ്ങനെയാണ് അയാൾ മീൻ പിടിക്കുന്നത്. അല്ല ആ പയ്യൻ അവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ തന്നെ അയാളത് വലിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് മീനുണ്ടാവും. ഇപ്പം ഞങ്ങൾക്കൊരു 4-5 മീൻ ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ അയാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അത് വാച്ച് ചെയ്യുവാണ്. ഞങ്ങളൊന്ന് വലിക്കുന്നുണ്ട്. വലിച്ച് കൊണ്ടുവരുമ്പോൾ എന്താ പതുക്കെ വലിക്കുകയാണ്. വലിച്ച് പൊക്കിയിട്ടുണ്ട് ആള് കൊണ്ടുവരുവാണ്. ഇപ്പോൾ അതിനകത്ത് കടലിൽ നിന്ന് ഇങ്ങനെ മീൻ പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുവാണ്. ആള് എടുത്ത് വലിച്ചുകൊണ്ട് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. വലിയ മീൻ വല്ലതും കുടുങ്ങിയോ എന്ന് അറിയത്തില്ല. നിമിങ്ങിലൊക്കെ ഒന്ന് കുടുങ്ങുമായിരുന്നെങ്കിൽ സീനായിരുന്നു ഇപ്പോൾ അല്ലേ. ഇല്ല, ചെറിയ കുറച്ച് മീനുകൾ അതേ അങ്ങനെ കുറച്ച് മീനുകൾ കൂടുതലുണ്ട് കേട്ടോ. കൊണ്ടുവാ അതേ കൊണ്ടുവരുന്നു. എവിടെ ഇങ്ങോട്ട് വായാട്ടെ. കിട്ടി. പക്ഷെ ആളത് കഴുകുവാൻ തോന്നുന്നു. മീൻ ഇനി ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകൂലല്ലോ. അപ്പോൾ ആളത് പല ക്ലീൻ ചെയ്യുന്നതാണ്. അതെ, നീ മാറിയിരിക്കണേ. ഓക്കെ. ഇല്ല, മീൻ അധികമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 5-6 മീനുണ്ട്. നോക്കട്ടെ, അയാളെ ഫോക്കസ് ചെയ്ത് നോക്കാം. ഇല്ല, ഈ പ്രാവശ്യം മീൻ കിട്ടിയിട്ടില്ല. രണ്ടാമത് അയാളൊന്ന് ഇടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇനി നോക്കാം. അയാൾ ഇനി കൊണ്ടുവരുമ്പോൾ കാണിക്കാം.